പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താനല്ല രാഹുലിനെ ആക്രമിച്ചത് എന്നുള്ള കാര്യം കിരൺ വ്യക്തമാക്കിയതിനെ തുടർന്ന് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ആരോ ഇതിന് പിന്നിലുണ്ട്. അത് ആരാണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം എന്ന് വ്യക്തമാക്കുന്ന കിരൺ കല്യാണിയോട് ഇതേപ്പറ്റി അന്വേഷിക്കണം എന്ന് അറിയിച്ചിരിക്കുകയാണ്. CS-നെ ചെന്ന് കാണുന്ന കിരൺ അച്ഛൻ്റെ ഗുണ്ടകളാണോ ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് ചോദിച്ചതിനെ തുടർന്ന് CS അവനെ കൊല്ലണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ ഞാനത് ചെയ്തില്ല, ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. എന്തായാലും അവൻ അറിയിച്ചത് തന്നെയാണ് അവന് ലഭിച്ചത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്തേ, നിനക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ. എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഗംഗ. സ്വത്തുക്കൾ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് ഗംഗ ആരംഭിച്ചതിനെ തുടർന്ന് ഗംഗയെ ഞെട്ടിച്ചുകൊണ്ട് കിരൺ എത്തിയിരിക്കുകയാണ്. കാർത്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, പക്ഷേ നീ തിരികെ പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിനക്കുള്ള തിരിച്ചടി എൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കിരണാണ് പറയുന്നത്. ഇതോടെ കിരണിന് എൻ്റെ ഹിസ്റ്ററി അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്വന്തമാക്കിയിട്ടേ ഞാൻ പോകൂ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നീ എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഗംഗയുടെ വാക്കുകൾ തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ കിരണിന്. ഇതോടെ കിരണും ഒന്ന് ഞെട്ടിപ്പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.